ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നോക്കാം ഓരോന്നായി. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാമിൽട്ടൻ്റെ പീഠഭൂമി എന്ന് ആദ്യകാലത്ത് വിളിക്കപ്പെട്ട ഏത് പ്രദേശമാണ് 1978 കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇരവികുളം ദേശീയോദ്യാനം. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം താലൂക്കിൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏതു ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്? ഇരവികുളം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. കോർ ഏരിയ മാത്രം പരിഗണിച്ചാൽ കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ 4 സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഏതു ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് സൈരന്ധ്രി വനം എന്ന് അറിയപ്പെട്ടിരുന്നത്? സൈലന്റ് വാലി. 1847 സൈലന്റ് വാലിയിൽ പര്യവേഷണം നടത്തിയ ഏത് ബ്രിട്ടീഷുകാരനാണ് ഈ താഴ്വരയുടെ പ്രാധാന്യം ആദ്യമായി ലോകത്തെ അറിയിച്ചത്? റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലിയിലെ പ്രധാന ആകർഷണമായ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സൈലനസ്. കുല്ലീനിയ എക്സാറിലേറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ഏതു സസ്യത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങിനെ കാണാനുള്ള പ്രധാന കാരണം? വെടിപ്ലാവ്. സൈലന്റ് വാലിയിൽ കുന്തിപ്പുഴയോട് ചേർന്ന് ആരംഭിക്കാനിരുന്ന ഏത് ജലവൈദ്യുത പദ്ധതിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചത്? പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഏതു നദിയാണ് ഹിമാലയത്തിന് തെക്ക് ഏറ്റവും കൂടുതൽ ദൂരം മനുഷ്യസ്പർശമേൽക്കാതെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. സൈലന്റ് വാലി അടങ്ങുന്ന പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? 1914. കേരള സർക്കാർ സൈലന്റ് വാലി പ്രൊട്ടക്ഷൻ ഏരിയ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ് ആക്ട് പാസാക്കിയത് ഏത് വർഷമായിരുന്നു? 1979. പാരിസ്ഥിതിക ശോഷണമൊന്നും സംഭവിക്കാതെ സൈലന്റ് വാലിയിൽ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിക്കപ്പെട്ട മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന മുൻ ISRO ചെയർമാൻ ആരാണ്? പ്രൊഫസർ MGK മേനോൻ. സൈലന്റ് വാലി പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1984 നവംബർ 15. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 1985 സെപ്റ്റംബർ 7 നിർവഹിച്ചത് ആരായിരുന്നു? രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി മാറ്റിയത് എന്ന്? 1986 സെപ്റ്റംബർ 1. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമായിരുന്നു? 2009. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗവും ദക്ഷിണേന്ത്യയിലെ ഏക കാട്ടാടുമായ ഏത് മൃഗമാണ് ഇരവികുളത്തെ പ്രധാന സംരക്ഷിത മൃഗം? വരയാട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ അധിവസിക്കുന്ന പ്രധാന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളർ, കുറുമ്പർ, മുകുടർ. 1931 സൈലന്റ് വാലിയിലെ ജലവൈദ്യുത പദ്ധതിക്കായി പ്രാഥമിക പഠനം നടത്തിയ അന്നത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആരായിരുന്നു? ES ഡോസൺ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? അങ്ങിണ്ട കൊടുമുടി. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? മതികെട്ടാൻ ചോല. 12.8170 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മതികെട്ടാൻ ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2003. പന്നിയാറിന്റെ പോഷക അരുവികളായ ഉച്ചിൽകുത്തിപ്പുഴ, ഞണ്ടാർ എന്നിവ ഏതു ദേശീയോദ്യാനത്തിലെ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മതികെട്ടാൻ ചോല. മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്നർത്ഥം വരുന്ന തമിഴ് പദത്തിൽ നിന്ന് പേര് ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്?
മതികെട്ടാൻ ചോല. 1897 തിരുവിതാംകൂർ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിലവിൽ വന്ന ഏതു ഹിൽ റിസർവിന്റെ ഭാഗമായിരുന്നു മതികെട്ടാൻ ചോല? കാർഡമം ഹിൽ റിസർവ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിലകൊള്ളുന്ന ഏതു പ്രദേശമാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഉയരം കൂടിയ ഭാഗം? കാട്ടുമല. 2003 നിലവിൽ വന്ന 7.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആനമുടി ചോല. മന്നവൻ ചോല, പുല്ലരടി ചോല, ഇടിവര ചോല എന്നീ ചോല റിസർവ് വനങ്ങൾ ചേർന്ന ദേശീയോദ്യാനം ഏതാണ്? ആനമുടി ചോല. ഇടുക്കി ജില്ലയിലെ ഏതു താലൂക്കിലാണ് ആനമുടി ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം. 1.318 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടുംചോല. പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ഏത് വില്ലേജിലാണ്? മറയൂർ താലൂക്ക്. താങ്ക് യു. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.